ജിസേലിൻ്റെ അമ്മ വന്നതിന് ശേഷം ആര്യനുമായി ഒട്ടും സംസാരിക്കാൻ പോലും നിന്നില്ല. മറ്റുള്ള എല്ലാ ഹൗസ്മേറ്റ്സുമായി നല്ല രീതിയിലാണ് അമ്മ മിങ്കിൾ ചെയ്തത്. എന്നാൽ ആര്യനെ മാത്രം മാറ്റി നിർത്തുന്നതായിരുന്നു ലൈവിൽ കാണാൻ കഴിഞ്ഞത്. അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ആര്യനും ജിസേലുമായുള്ള ബന്ധം അമ്മ ഒട്ടും താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അമ്മ ഒരുപാട് കാര്യങ്ങളാണ് ജിസേലിനെ വന്ന് ഉപദേശിച്ചിട്ടുള്ളത്. അമ്മ വളരെ കൂളാണോ എന്ന് ചോദിച്ചാൽ വളരെ ടോക്കറ്റീവായിട്ടുള്ള ഒരു അമ്മ തന്നെയായിരുന്നു. എന്നാൽ ജിസേലിനെ വരച്ച വരയിൽ നിർത്തുവാനുള്ള ഒരു ടെറർ ആറ്റിറ്റ്യൂഡും അമ്മയിൽ ഇന്ന് കണ്ടു. ജിസേലിനോട് ചോദിച്ചു, എന്താണ് നിന്റെ ബെഡ് എപ്പോഴും വൃത്തികേടായി നിൽക്കുന്നത്? നിനക്ക് അതിൻ്റെ താഴെയുള്ള കബോർഡെല്ലാം അടച്ചിട്ടൂടെ? എന്തിനാണ് ഈ ഡ്രസ്സെല്ലാം വളരെ മെസ്സാക്കി ഇടുന്നത്? എപ്പം നോക്കുമ്പോഴും നിന്റെ ബെഡ് ഇങ്ങനെ തുറന്നിട്ടാണ് നിൽക്കുന്നത്. അത് ഒന്ന് അടച്ചാൽ എന്താണ്? ബിഗ് ബോസ് നിനക്ക് ഇവിടെ വല്ല സർവൻറ്റിനെയും അറേഞ്ച് ചെയ്ത് തരുമോ? നിന്റെ കാര്യങ്ങൾ നീ തന്നെ ചെയ്യണ്ടേ? വീട്ടിൽ ചെയ്യുന്ന പോലെയാണോ ഇവിടെ പ്രവർത്തിക്കുന്നത്? വീട്ടിൽ നിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരാൻ സർവൻ്റ് ഉണ്ട്. എന്നാൽ ഇവിടെ ആരാണുള്ളത്? അവനവൻ്റെ കാര്യങ്ങൾ അവനവൻ തന്നെ ചെയ്യണം. അതുകൊണ്ട് എത്ര ബുദ്ധിമുട്ടായാലും നിന്റെ ബെഡും പരിസരവും നീ വൃത്തിയായി സൂക്ഷിക്കണം. അപ്പോൾ ജിസേൽ പറഞ്ഞു, ഈ ബെഡിൻ്റെ അടിഭാഗത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് അകത്തേക്ക് പുഷ് ആവുന്നില്ല മമ്മി എന്ന് പറഞ്ഞപ്പോൾ ജിസേലിൻ്റെ അമ്മ പറഞ്ഞു, ചവിട്ടിയിട്ടാണെങ്കിലും വേണ്ടിയില്ല, നീ അത് പുഷ് ചെയ്തേ പറ്റൂ. ഇനി നിന്റെ ബെഡും കബോർഡും ഒന്നും മെസ്സായി കിടക്കുന്നത് കാണാൻ പാടില്ല എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. ജിസേൽ അതുപോലെ ഒരുപാട് പരാതികൾ അമ്മയോട് പറഞ്ഞു. നിങ്ങളെന്താണ് എനിക്ക് വസ്ത്രങ്ങളൊന്നും അയക്കാത്തത്? എനിക്ക് ഇവിടെ ഇടുവാൻ നല്ല വസ്ത്രങ്ങളൊന്നുമില്ല. കണ്ടില്ലേ, ഞാൻ ഇട്ട ഡ്രസ്സുകൾ തന്നെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ ഒരുപാട് ഡ്രസ്സുകൾ അയച്ചിട്ടുണ്ട്, പക്ഷെ അത് ബിഗ് ബോസ് തരാത്തത് എൻ്റെ പ്രശ്നമാണോ എന്ന് ചോദിച്ചു. പിന്നെ ജിസേലിന് എന്താണ് ആവശ്യമുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ജിസേൽ അങ്ങ് കൊടുത്തു. മേക്കപ്പിൻ്റെ പല സാധനങ്ങളും ജിസേലിൻ്റെത് തീർന്നിരിക്കുകയായിരുന്നു. അതെല്ലാം വാങ്ങിക്കണമെന്ന് പറഞ്ഞു. കോമ്പാക്ട് പൗഡറും മസ്കാരയും അതുപോലെ പെർഫ്യൂമും എല്ലാം വേണമെന്നാണ് ജിസേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ജിസേലിൻ്റെ അമ്മ പറഞ്ഞു, നീ നിന്റെ മേക്കപ്പ് ബ്രഷ് എന്തിനാണ് അവിടെയും ഇവിടെയും എല്ലാം ഇട്ടുപോകുന്നത്? അതെല്ലാം ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ആണുങ്ങളാണ്. എന്തിനാണ് ഇത്രയും കെയർലെസ് ആയിട്ട് നടക്കുന്നത്? നിന്റെ സാധനങ്ങൾ നിനക്ക് നല്ല രീതിയിൽ എടുത്തു വെച്ചൂടെ? അപ്പോൾ ജിസേൽ പറഞ്ഞു, ഞാനത് മേക്കപ്പ് റൂമിലാണ് വെക്കാറുള്ളത്, അവിടെ നിന്ന് ആകെ നെവിനാണ് എടുക്കാറുള്ളത്. അത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നെവിൻ മാത്രമല്ല വേറെയും ആണുങ്ങൾ ഇവിടെ യൂസ് ചെയ്യാറുണ്ട്. അവർക്കെല്ലാം ബിയേർഡൊക്കെ ഉള്ളതല്ലേ, അത് വെച്ചിട്ടല്ലേ പിന്നെ നീയും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നീ ഇത്രയ്ക്കും കെയർലെസ് ആയി നടക്കരുത് എന്നാണ് അമ്മ ഉപദേശിച്ചിരിക്കുന്നത്. അമ്മ ഇത് പറയുവാനുള്ള കാരണം ഒരു പക്ഷേ ഷാനവാസ് ജിസേലിൻ്റെ മേക്കപ്പ് ബ്രഷ് എടുത്ത് ഉപയോഗിക്കുന്നത് അമ്മ കണ്ടു കാണും. അതുകൊണ്ടായിരിക്കും ബിയേർഡുള്ള ഫേസിലെല്ലാം ഉപയോഗിച്ച ബ്രഷല്ലേ നീ യൂസ് ചെയ്യുന്നത് എന്ന് അമ്മ പറയുവാനുള്ള കാരണം. ജിസേൽ അമ്മയോട് ചോദിച്ചു, എൻ്റെ ഡ്രസ്സിംഗ് എല്ലാം ഓക്കെയാണോ? വൃത്തിയായിട്ടല്ലേ കാണുന്നത് എന്നുള്ളതൊക്കെ. എനിക്ക് കേരള ഡ്രസ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയുള്ള ഡ്രസ്സുകളാണല്ലോ ഇടുന്നത്, അത് വല്ല ബോറുമാണോ എന്ന് അമ്മയോട് ചോദിച്ചിരിക്കുകയാണ്. അമ്മ എന്നാൽ അതിനൊന്നും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. ജിസേൽ ആവശ്യപ്പെട്ടു, എനിക്ക് കേരള ഡ്രസ്സുകൾ വല്ലതുമുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ അമ്മ ചോദിച്ചു, നിനക്ക് സാരിയെല്ലാം ഓക്കെയാണോ എന്ന് ചോദിച്ചു. സാരിയെല്ലാം അനുമോളെ കണ്ടുകൊണ്ട് അനുമോളോട് ചോദിച്ച് അത് പഠിക്കാൻ പറഞ്ഞു. പിന്നെ ഒരുപാട് ലിസ്റ്റുകളാണ് ജിസേൽ അങ്ങ് അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അത് വേണം, ഇത് വേണം, അതില്ല എന്നിങ്ങനെ ജിസേലിൻ്റെ ആവശ്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞു. എല്ലാം അമ്മ സാധിപ്പിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിന്നത്. ബി ഹൗസിലെ സമയം കഴിഞ്ഞ് പുറത്തോട്ട് പോകാൻ നേരത്ത് എല്ലാവരോടും അമ്മ യാത്ര പറഞ്ഞു. ആ സമയം ആര്യനെ മൈൻഡ് ചെയ്യാതെ നിന്നപ്പോൾ ആര്യനോട് യാത്ര പറയുവാൻ പറഞ്ഞപ്പോൾ അമ്മ ചെന്ന് ആര്യൻ്റെ അടുത്ത് പോയി ബായ് എന്ന് പറഞ്ഞപ്പോൾ ആര്യൻ കാല് തൊട്ട് നമിച്ചു. എന്നാൽ പോകുന്നതിനു മുന്നേ മറ്റുള്ളവരെയെല്ലാം കെട്ടിപ്പിടിച്ച് സംസാരിച്ച അമ്മ ആര്യനെ മാത്രം ആ രീതിയിലൊന്നും ആലിംഗനം ചെയ്യാൻ നിന്നില്ല. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ജിസേലിൻ്റെ അമ്മയ്ക്ക് അത്രയ്ക്കും വെറുപ്പാണ് ആര്യനോട് എന്നുള്ളതാണ്. സത്യം പറയാലോ, ടാസ്കിനിടയിൽ പോലും ജിസേൽ വളരെ നെർവസ് ആയിരുന്നു. കാരണം അമ്മയുടെ മുഖവും അമ്മ എന്ത് രീതിയിലാണ് പെരുമാറുക എന്നുള്ളത് ആലോചിച്ചു കൊണ്ടായിരുന്നു ജിസേലിൻ്റെ പരിവേഷം മൊത്തം. അമ്മ വന്ന് പോയതിന് ശേഷം എന്തായാലും ജിസേലിൻ്റെ മുഖമെല്ലാം ആകെ വാടി നിൽക്കുകയാണ്. അമ്മ ജിസേലിനോട് പറയാതെ പറഞ്ഞിട്ടുണ്ട്, നീ ബെഡിൽ നിന്ന് മാറിക്കിടക്കണമെന്ന്, അതുപോലെ ഇൻഡിവിജ്വലായി കളിക്കണമെന്നുമാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അവരുടെ ഗെയിം ഇനി ഏത് രീതിയിലാണ് വരാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയാം. നിങ്ങൾക്ക് ബിയുടെ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.